ആ വന്ദനയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. വന്ദന എത്തിയല്ലോ. നിനക്ക് 100 ആയുസ. ഇന്നിവിടെ വരുന്ന അച്ഛന്റെ അതിഥികൾക്കുള്ള ഭക്ഷണം നിന്നെ കൊണ്ട് പാചകം ചെയ്യിച്ച പോരെ എന്ന ചർച്ചയായി ഇവിടെ നടക്കുന്നത്. എന്താ നിന്റെ അഭിപ്രായം? നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അച്ഛന്റെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ലേ. പാചകം ഞാൻ ചെയ്തോളാം. സന്തോഷം. അതിഥികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. പറയാതിരിക്കാൻ വയ്യ, വന്ദനയുടെ ഒരു പനീർ ബട്ടർ കറിയുണ്ട്. ഹോ, അത് കാണുമ്പോ തന്നെ നാവിലിങ്ങനെ രുചി കൂടും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. വന്ദനയുടെ സ്പെഷ്യൽ പനീർ ബട്ടർ കറി തന്നെ ആവട്ടെ. അതെ, അത്രയ്ക്ക് തീ കൂടാൻ പാടില്ല. ചപ്പാത്തി മൊരിഞ്ഞു പോയാലേ അതിന്റെ രുചി നഷ്ടപ്പെടും. അല്ല, ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഇത് റെഡിമെയ്ഡ് ചപ്പാത്തിയല്ല. ഞാൻ തന്നെ കൈകൊണ്ട് മാവ് കുഴച്ച് മയപ്പെടുത്തി പരത്തിയെടുത്ത ചപ്പാത്തിയ. ആ, അപ്പ ചപ്പാത്തിക്ക് രുചി ഏറും. ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴേ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കും. അപ്പ ചപ്പാത്തിക്ക് കുറച്ചുകൂടി രുചി ഏറും. അല്ലെങ്കിലും വന്ദനയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും രുചി കൂടുതലായിരിക്കും. ഞാനേ മുമ്പ് വീട്ടിൽ വന്നപ്പോ വന്ദന ഉണ്ടാക്കി തന്നൊരു ചായ ഉണ്ടല്ലോ, മറ്റൊരിടത്തും അത്തരത്തിലുള്ളൊരു ചായം കുടിച്ചിട്ടില്ല. അതെ, ബിരിയാണി ചായ. അത് ഒരു സ്പെഷ്യൽ ചായ ആയിരുന്നു. ഇനി മുതൽ രാവിലെ എനിക്ക് വന്ദന സ്പെഷ്യൽ ബിരിയാണി ചായ മതി. അയ്യോ, ചപ്പാത്തി കരിയുന്നു. അയ്യോ, ചപ്പാത്തി കുട്ടനല്ലേ ചുട്ടത്, ജഗൻ കുട്ടനല്ലേ, വന്ദന നെയ്യൊഴിച്ചു കുഴച്ച ചപ്പാത്തി കുട്ടനല്ലേ, ഇത് ചപ്പാത്തി കുട്ടനല്ലേ, ഇട്ടത് ജഗൻ കുട്ടനല്ലേ. അവന്റെ ഒരു റൊമാൻസ്. ജഗ, ഒന്നുകിൽ ചപ്പാത്തി നേരെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്തു പോ. ഏയ്, ഞാൻ പുറത്തൊന്നും പോവില്ല. ഞാനിങ്ങനെ ചപ്പാത്തിയും ചുട്ട് അതും കരിച്ച് അങ്ങനെ ഇങ്ങനെ വന്ദനയുടെ പുറകെ ചുറ്റി അടിച്ചിങ്ങനെ നടക്കും. ഇറങ്ങി 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 പുറത്തിറങ്ങി. പാചകമൊക്കെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിലേ ശരിയാവില്ല. ഇതെന്താ കിച്ചൺ റൊമാൻസോ? ഇവരെ തമ്മിൽ പിരിക്കണം, പിരിച്ച് രണ്ടാക്കണം. ഇതിങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. മാനത്തെ കൊട്ടാരം